Good morning, everybody. For 9th standard, 8th standard, 9th standard. 9th standard, the first chapter is the areas related to triangle. So, constructions and triangle construction, quadrilateral construction, quadrilateral triangle equilateral quadrilateral. Something simple that's a regular class easier. So, second chapter. Another chapter, Dashamsha Rubangal. English decimal forms. But decimal form. This is ഈ ഡെസിമൽ ഫോമിനകത്ത് തന്നെയുള്ള ഒന്ന് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അറിയാം. ഡെസിമൽ ഫോം. ഇപ്പൊ ഡെസിമൽ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദശ അംശം എന്ന് പറയുന്നത് ദശത്തിന്റെ അംശം, 10ന്റെ അംശങ്ങളോട് കൂടിയ ഔട്ട് ഓഫ് 10. അതാണ് നമുക്ക് ദശാംശ രൂപം എന്ന് പറയുന്ന സാധനം. ഇപ്പോ 1/10 ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഈ ഫ്രാക്ഷന് ഡെസിമൽ ഫോമിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് 0.1 എന്നാവുന്നു. അഥവാ ഒരു 2/100 ആണെങ്കിൽ ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുകയാണെങ്കിൽ 0.02 ആകുന്നു. യു നോ ഹിയർ 10 1 place, 20 2 place. അഥവാ 3/1000 ആണെങ്കിൽ 0.003 0 വന്നപ്പോൾ 3 പ്ലേസ് മാറ്റി കുത്തുക. ഇതാണ് ഡെസിമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് അഥവാ നമുക്കൊരു 2/5 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്യുന്ന രീതി അനുസരിച്ചാണെങ്കിൽ 2/5.0.4 ഇങ്ങനെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു 3/15 ഇതൊന്നും നിസ്സാരമായിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഇനി ചില ഡെസിമൽ ഫോമിന്റെ ഒരു പ്രത്യേകത നോക്കാം. ഇപ്പൊ 2/5 നമുക്ക് 0.4 കിട്ടി. അഥവാ ഒരു 4/25 ചെയ്യണമെങ്കിൽ 4/25. അപ്പോ ഇല്ല 0.40 1 125 25 റിമൈൻഡർ 15 150 ആയപ്പോ 6. അപ്പോ 0.16. We shall find all these answers in this way. ഇനി മറ്റു ചില ഫ്രാക്ഷൻസ് ഉണ്ട്. മറ്റു ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്ട, അഥവാ ഈ രീതിയിൽ വരുന്നു. ഇപ്പോ ഉദാഹരണത്തിന് 1/3 ആണ് മാറ്റേണ്ടതെന്ന് വെച്ചു. 1/3. അപ്പൊ 1/3 എന്ന് പറയുമ്പോൾ 1/3 പോയിന്റ് 0 കൊടുത്ത് 10 3 times 3 3s 9 1 remainder again 0 3 3 3s 9 1 remainder again 0 3 3 3s 9 1 0 again 3 3 3s 9 1 0. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആവർത്തിച്ച് വീണ്ടും ഇത് തന്നെ വന്നുകൊണ്ടേ ഇതേ സാധനം തന്നെ. അഥവാ ഒരു 2/11 ആണെങ്കിൽ ഇപ്പൊ 2/11 അപ്പൊ 2/11 എന്ന് പറയുമ്പോൾ 2/11 0.20 1 times 11 9 remainder 0 8 2 remainder 0 1 88 sorry 11 9 again 0 8 88 2 0 1. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ 1/3 എന്ന് പറയുന്നത് 0.333333 എന്ന് പറഞ്ഞു പോകുന്നു. 2/11 എന്ന് പറയുന്നത് 0.1818 എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇപ്പൊ ഫ്രാക്ഷൻസിൽ തന്നെ രണ്ട് ടൈപ്പ് ഫ്രാക്ഷൻസ് ആയി. ചിലത് കറക്റ്റ് ആയിട്ട് ചെന്ന് നിൽക്കുന്നു, ചിലത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. രണ്ട് പേരുകളുണ്ട്. നമുക്കിപ്പോ അത് കൂടുതലായിട്ട് അറിയണ്ട. നമ്മളിപ്പോ നേരത്തെ പഠിച്ചിരുന്നതിനകത്ത് 1/5 ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്തിരുന്നത് 1/5 ഒരു പോയിന്റ് കൊടുക്കുന്നു, 10 2 5s 10 റിമൈൻഡർ. അപ്പൊ 1/5 = 0.2.
ഇനിയും 2-3 മാർഗങ്ങളിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ചെയ്യുന്ന ഒരു കൊച്ചു കലാപരിപാടി. ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യം എഴുതിയിരുന്നത് പോലെ സാധാരണ ഡെസിമല് വരുന്നതിനകത്ത് നേരത്തെ അവസാനിച്ചതെന്ന് പറയുന്നത് ഇപ്പൊ 2/10 എന്ന് പറയുന്നത് 0.2 ഒരു ടൺ ആയപ്പോ, അഥവാ 3/100 അല്ലെങ്കിൽ 33/100 ആണെങ്കിൽ നമുക്കത് 0.33 എന്നാക്കി മാറ്റാം. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല, ഇതും കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ നമ്മൾ മറ്റേത് വേണം. ഇതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. പോകാത്തപ്പോൾ ഒന്നുകിൽ /10 വരണം, അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആയ 100, 1000 ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി അഥവാ അല്ലാതെ ഇപ്പൊ 1/5 വന്നപ്പോ 0.2 വന്നു. 1/2 ആണ് വരുന്നതെങ്കിൽ അത് 0.5 വരുന്നു. അപ്പൊ ഒന്നുകിൽ 10ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 10ന്റെ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഫ്രാക്ഷൻ ആയിട്ടാണ് ഡെസിമൽ ഫോം കറക്റ്റ് ആയിട്ടാണ് നിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല. അപ്പൊ അത് 1/5. ഈ 1/5നെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. ഡിവൈഡ് ചെയ്യാതെയും നമുക്കിത് കണ്ടുപിടിക്കാം. ഇപ്പൊ 1/5 ഈ 5നെ 10ഓ 100ഓ ആക്കി മാറ്റാൻ എന്ത് ചെയ്യാം? ഇപ്പൊ ഈ 5ന് 5 × 2, അപ്പൊ 5 2s എന്തായി മാറും? 10 ആയി മാറും. അങ്ങനെ ഇത് 10 ആകുമ്പോൾ ഡിനോമിനേറ്ററിന് ഈ ഛേദത്തെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 2 കൊണ്ട്. അപ്പൊ ന്യൂമറേറ്ററിനെ എത്ര കൊണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 1 2s 2, 2/10. That's equal to 0.2. The same answer. ഇതേ സാധനം അഥവാ 4/25 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ 4/25 1 decimal 40 ones 25 remainder 40 15 10 6 times 150. ഇനി ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അല്ലാതൊരു വഴി ഇപ്പൊ നമ്മൾ ചെയ്തിരുന്ന മറ്റൊരു വഴി. ഇപ്പൊ 25നെ ഫാക്ടേഴ്സ് ആക്കി തന്നെ 25നെ ഫാക്ടേഴ്സ് ആക്കി അതാണ് 5 5. ഇപ്പൊ ഇതിനെ 4/5ന്റെ സ്ക്വയർ എന്നാക്കാം. അങ്ങനെ 5ന്റെ സ്ക്വയറിനെ 10ന്റെ സ്ക്വയർ ആക്കി മാറ്റാൻ ഇപ്പൊ ഇത് 5/2. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5/2 × 2/2 എന്തായി മാറും? 10/2 ആയി മാറും. അപ്പൊ ഡിനോമിനേറ്ററിനെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മുകളിലും 2/2. അപ്പോ 2/2 എന്ന് പറയുമ്പോഴത്തേക്ക് അത് 4. അപ്പൊ 4 × 4/10^2. അപ്പൊ 16/100 that's equal to 0.16. ഇത് മറ്റൊരു രീതി. ആക്ച്വലി നിങ്ങൾ പറയും മറ്റേതല്ലേ എളുപ്പമെന്ന്. ആയിരിക്കാം, നമ്മൾ മറ്റൊരു വഴി കണ്ടുപിടിക്കുന്നത് മാത്രം. ഇത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയോജനം ചെയ്യാം, ചില സന്ദർഭങ്ങളിൽ നമുക്ക് പ്രയോജനം ചെയ്യാതെയും പോകാം. ഇപ്പോ ഇത് വെച്ചുകൊണ്ട് തന്നെ വേറൊരെണ്ണം ചെയ്തു നോക്കാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അവരൊക്കെ ആയിരിക്കും പ്രയോജനം ചെയ്യുന്നത്. അഥവാ ഒരു 3/160 ആണെങ്കിൽ 3/160. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറെ നേരം നിൽക്കണം. നമുക്ക് ഈ 160യെ 10ന്റെ മൾട്ടിപ്പിൾസ് ആക്കി മാറ്റാൻ, 10ന്റെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ 160 ഒന്ന് ഫാക്ടറൈസേഷൻ നടത്താം. 160 2 times 80, 2 times 40, 2 times 20, 2 times 10, 2 times 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 2 × 2 × 2 × 2 × 2. അപ്പൊ 2/5 into 5/1. ഇത് 2/5 5/1. ഇതിനെ നമുക്ക് 10/2 ആക്കി മാറ്റണം. അപ്പൊ ഇതിനെ 10/2 ആക്കി മാറ്റണമെങ്കിൽ ഇത് 2/5 ആണ്, ഇതും 5/5 ആകണം. അപ്പൊ ഇത് 5/5 ആകണമെങ്കിൽ ഇവിടെ 5/1 ഉണ്ട്. ആ 5/1ന്റെ കൂടെ ഒരു 5/4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/1 × 5/4 5/5 ആയി മാറും. അങ്ങനെ ഡിനോമിനേറ്ററിനെ ഇത് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെ 5/4. അപ്പൊ അതാണ് ഇത് 3 × 5 × 5 × 5 × 5 divided by 2/5 × 5/5. അപ്പൊ ഇത് 5 × 5 25, 5 × 5 25,
625 into 3. 1875 divided by 2 raised to 5. 1, 2, 3, 4, 5. Now 5 zeros, 5 decimal places. Above 0.01875. This is the answer. Direct way പോയാലും ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ ഈ സന്ദർഭത്തിൽ എളുപ്പം. ഇനി ഇത് കൂടാതെ മറ്റു ചില കണക്ക് നോക്കാം. അഥവാ നമുക്ക് കിട്ടുന്ന ചോദ്യം ഒരു 3/20 ആണ് മാറ്റേണ്ടത്. 3/20 ഡിവൈഡ് ചെയ്യാതെ തന്നെ 20 എന്ന് പറയുന്നതിനെ 100 ആക്കി മാറ്റാം. ഡയറക്റ്റ് ആയിട്ട് ചിലർ ചിന്തിക്കും 20 into 5 100 ആവും, 3 into 5 ആക്കിയാൽ മതി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 20 ഫാക്ടറൈസേഷൻ നടത്തുന്നു. 20, 2, 10, 2, 5. അപ്പൊ 3/2² into 5 raised to 1. ഡിനോമിനേറ്ററിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ അത്രയും കൊണ്ട് മോൾഡ്. അപ്പോ 2 raised to 5 raised to 1. ഈ 5 raised to 1-നെ ഒരു 5 raised to 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 5 raised to 2 ആവും. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് 3 5s 15 divided by 10 raised to 2. That's equal to 15/100. The answer is 0.15. അഥവാ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 3/20. 0.30 ones 20 remainder 0 5. അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് ഇതായിരിക്കും എളുപ്പം തോന്നുന്നത്, ഇതായിരിക്കത്തില്ല. പക്ഷെ നമ്പർ വലുതാവുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇതായിരിക്കും എളുപ്പം. എനിവേ നമ്മളിപ്പോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷന് ഡെസിമൽ ആക്കി മാറ്റാൻ ഒരു വഴി കൂടെ. അതിന് കാതലായ നമ്മുടെ തത്വം എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 10ഉം 10ന്റെ മൾട്ടിപ്പിൾസും ആയിരിക്കണം, അല്ലെങ്കിൽ 10ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കണം. 10ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 10ന്റെ ഫാക്ടർ ആക്കിയതാണ് 2ഉം 5. അപ്പോ ഡിനോമിനേറ്ററിനകത്ത് 2 into 5 ആ രീതിയിൽ 2ഉം 5ഉം വരുന്ന ഫാക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാം. കണ്ട മറ്റൊരു എക്സാമ്പിൾ 3/40. 3/40. അപ്പൊ 40 അതിനകത്ത് ഫാക്ടേഴ്സ് ആക്കിയാൽ 40 2 20 2 10 2 5. അപ്പൊ 3/2³ into 5 raised to 1. അപ്പൊ 2³ into 5 raised to 1. അപ്പൊ ഇത് 10 raised to ആയി മാറണമെങ്കിൽ 5 raised to 3 ആകണം. ഇവിടെ 5 raised to 1 ഉണ്ട്. അപ്പൊ ഇനി ഒരു 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 5 raised to 3 ആകും. അപ്പൊ 3 divided by 2 raised to 3 into 5 raised to 1 into 5². അപ്പൊ 1 plus 2 3 ആയിക്കോളും. ഡിനോമിനേറ്ററിനെ 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂമറേറ്ററിനെയും 5². അപ്പൊ 3 into 25 divided by 2 raised to 3 5 raised to 3 കൂടെ ആയപ്പോൾ 10 raised to 3. അപ്പൊ 75/1000. 0.075. That will be the answer. അപ്പൊ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഡിനോമിനേറ്ററിന് 10ന്റെ മൾട്ടിപ്പിൾസ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിനോമിനേറ്റർ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ 10ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഈ വഴി പറ്റും. ഈ വഴി അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയും സ്വീകരിക്കാം. ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് 1-2 കുറുക്ക് വഴിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ 1/5 plus 1/25 plus 1/125. ഇതിന്റെ ഡെസിമൽ ഫോം എഴുതി കൊടുക്കാൻ പറയാം. Write the decimal form of 1/5 plus 1/25 plus 1/125. അപ്പൊ ഇതിന്റെ ഡെസിമൽ ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ, അപ്പൊ അതിൽ കുറച്ചുകൂടെ വളഞ്ഞ വഴി വരണം. First we have to find the LCM, then multiply the numerator by how much multiplied by the denominator, etc. ഒരുപാട് ജോലികൾ വരും. എന്നാൽ നമുക്ക് അതിനകത്ത് മറ്റൊരു കൊച്ചു കാര്യം നോക്കിയാൽ, അപ്പൊ ഇത് 1/5 raised to 1 ആണ്. അപ്പൊ 5 raised to 1-നെ നമുക്ക് 10 raised to 1 ആക്കണമെങ്കിൽ ഇതിനെ ഒരു 2 raised to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ ഡിനോമിനേറ്ററിനെ 2 raised to 1 കൊണ്ടാവുമ്പോൾ മുകളിലും 2 raised to 1 പ്ലസ് 1 by 25 എന്ന് പറയുമ്പോൾ അത് 5 സ്ക്വയർ. 5 സ്ക്വയറിനെ 10 സ്ക്വയർ ആക്കണമെങ്കിൽ 5 സ്ക്വയറിന്റെ കൂടെ ഒരു 2 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്ററിനെ 2 സ്ക്വയർ കൊണ്ട് ചെയ്തപ്പോൾ ന്യൂമറേറ്ററിനെ 2 സ്ക്വയർ പ്ലസ് 1 by 125. 125 എന്ന് പറയുമ്പോൾ അത് 5 ക്യൂബ്. അപ്പോ 5 ക്യൂബ്, ഈ 5 ക്യൂബിനെ 10 ക്യൂബ് ആക്കണമെങ്കിൽ നമ്മൾ ഒരു 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ ന്യൂമറേറ്ററിനെയും 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മോളിൽ ഇതെന്തായി 2 by 10 പ്ലസ് 4 by 100 പ്ലസ് 8 by 1000. This is 0.2 plus 0.04 plus 0.008. The answer is 0.248. Very simple. Here we നമ്മളിപ്പോൾ ഇവിടെ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് 5, 25, 125 ആയതുകൊണ്ടാണ് ഈ ജോലി നടന്നത്. ഇൻ കേസ് ഇത് മറ്റൊരു നമ്പർ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ വഴി പറ്റില്ല. ഇത് 125 ആയിരുന്നു, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും 2ന്റെ 10ന്റെ ഫാക്ടേഴ്സ്, ഒന്നി 5 വെച്ചുള്ളത് അല്ലെങ്കിൽ 2 വെച്ചുള്ളത്, 2 into 5 വരുന്ന രീതിയിൽ എന്ത് മാർഗം വന്നാലും നമുക്ക് കയറി പോകാൻ പറ്റും. ഇവിടെ ഞാൻ ചെയ്ത ജോലി ഒന്നുകൂടെ ചെയ്ത് തന്നെ ചേക്കാം. ഇപ്പൊ 1 by 5 plus 1 by 25 plus 1 by 125. അപ്പൊ ഇതെല്ലാം 5ന്റെ മൾട്ടിപ്ലൈ ആയിരുന്നു. ഇത് 5 raised to 1, ഇത് 5ന്റെ സ്ക്വയർ, ഇത് 5ന്റെ ക്യൂബ്. അപ്പൊ 5 raised to 1നെ 10 raised to 1 ആക്കാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 raised to 2നെ 10 raised to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു 2 സ്ക്വയർ ഉണ്ട്. 5 raised to ക്യൂബിനെ 10 raised to ക്യൂബ് ആക്കാൻ ഒരു 2 ക്യൂബ് ഉണ്ട്. അപ്പൊ 1 by 5 raised to 1 into 2 raised to 1 plus 1 by 5 square into 2 square plus 1 by 5 cube into 2 cube. ഇവിടെ ഡിനോമിനേറ്ററിനെ 2 raised to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിനെ 2 raised to 1. ഇവിടെ ഡിനോമിനേറ്ററിനെ 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ന്യൂമറേറ്ററിനെ 2 സ്ക്വയർ. ഇവിടെ ഡിനോമിനേറ്ററിനെ 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ന്യൂമറേറ്ററിനെ 2 ക്യൂബ്. ഇപ്പൊ ഇതിനെ നമുക്ക് മാറ്റി എഴുതിയാൽ 2 by 10 പ്ലസ് 4 by 100 പ്ലസ് 8 by 1000. ഇപ്പൊ ഇത് 5 raised to 1 into 2 raised to 1 ആയപ്പോൾ അത് 10, ഇത് 10ന്റെ സ്ക്വയർ, ഇത് 10ന്റെ ക്യൂബ്. 2 ക്യൂബ് 8, 2 സ്ക്വയർ 4, 2 raised to 1. ഇനി ഇത് ആഡ് ചെയ്യാം. 2 by 10. 2 by 10 means 0.2 പ്ലസ് ഇത് 4 by 100 0.04, 8 by 1000 0.008. Now we add these things. ആഡ് ചെയ്യുമ്പോൾ ഓർമ്മ വേണം, ഡെസിമൽ എല്ലാം ഒരേ പ്ലേസിൽ 0.2, 0.04, 0.008. ഡെസിമൽ എല്ലാം ഒരേ സ്ഥലത്ത് വേണം ആഡീഷൻ നടത്തുമ്പോൾ. 8, 4, 2.0. അപ്പൊ 0.248. ഓക്കെ. ഇനി ഇതേപോലെ വരുന്ന മറ്റൊരു കണക്ക്. ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നു. 1 by 5 raised to 1 plus 1 by 5 square plus 1 by 5 cube plus 1 by 5 raised to 4. 1 by 5 plus 1 by 25 plus 1 by 125 plus 1 by 625. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുക. ഒരിച്ചിരി മെനക്കെടുത്താണ്. അത് നമുക്ക് ഒരല്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 1 by ഇത് 5 raised to 1, 5 raised to 1ന് ഒരു 2 raised to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 10 raised to 1 ആവും. അപ്പൊ 5 raised to 1 into 2 raised to 1. അപ്പൊ ന്യൂമറേറ്ററിനെ 2 raised to 1 കൊണ്ട്, ഇത് 1 by 5 into സ്ക്വയർ, അപ്പൊ ഒരു 2 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 10 സ്ക്വയർ ആവും. മുകളിലും 2 സ്ക്വയർ. ഇത് 1 by 5 ക്യൂബ്, ഇതിപ്പോ 10 ക്യൂബ് ആക്കാൻ ഒരു 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിൽ ഒരു 2 ക്യൂബ്. ഇത് 1 by 5 raised to 4, 10 raised to 4 ആക്കാൻ 2 raised to 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിൽ ഒരു 2 raised to 4. ഇത് 2 by 5 2 10 ആയി. ഇത് 4 by 5 square into 2 square 10 square 100 ആയി. ഇത് 2 ക്യൂബ് 2 into 2 into 2 8, 5 ക്യൂബ് into 2 ക്യൂബ് 10 ക്യൂബ്
1000 plus 2 into 2 into 2, 60 by 5 raised to 4. Now we shall add it. 0.2 plus 4 by 100. 0.04 plus 8 by 1000. 0.008 plus 0.0016. Now we shall add it 0.2, 0.04, 0.008, 0.0016. 6, 9, 4, 2. That's equal to 0.2496. This is the answer. Okay. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുന്നതിന് ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനിയും ഒരു കുറുക്ക് വഴികളുടെ ഉണ്ട്. നമുക്കത് ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ആ സ്ഥലത്തൂടെ പോകാം. അപ്പോ നമ്മൾ ഈ ഫ്രാക്ഷൻസ് കണ്ടപ്പോൾ ആദ്യം രണ്ട് തരത്തിൽ കണ്ടായിരുന്നു. 1/2 എന്ന് പറയുന്നത് 0.5 നിന്ന്, ഇനി 2/10 എന്ന് പറയുന്നത് 0.02 നിന്ന്. എന്നാൽ 1/3 എന്ന് പറയുന്ന സാധനം 0.3333 എന്നാ പോയത്. 1/3 എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 0.333 എന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിന് മാത്തമാറ്റിക്സിനകത്ത് എഴുതുന്ന ഒരു വഴി 0.3 ഒരു ബാർ കൊടുക്കും. അപ്പൊ 0.3 ബാർ എന്ന് പറഞ്ഞാൽ 0.333333 എന്ന് പറഞ്ഞു പോകുന്നു. ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ചില സമയത്ത് 0.3 ഇട്ടിട്ട് നെറ്റിയിൽ ഒരു പൊട്ട്, നെറ്റിയിലല്ല തലയിൽ ഒരു പൊട്ട് ഇട്ടു കൊടുക്കും. ഇതും അതാണ് അർത്ഥം. ഇനി ഇതേ കണക്ക് 0.25 ആണെങ്കിൽ ഇതിന്റെ അർത്ഥം ഇത് 0.252525 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു എന്ന് അർത്ഥം. അഥവാ നമ്മളോട് തിരിച്ച് ഒരു 0.333333 എന്ന് പറഞ്ഞ് പോകുന്നതിനെ, ഇപ്പൊ 0.3333 എന്ന് പോകുന്ന ഈ നമ്പറിനെ ഒന്ന് ഫ്രാക്ഷൻ ആക്കി കൊടുക്കാൻ പറയുന്നു. അപ്പോ നമ്മളോട് പറയുന്നത് എങ്ങനെയായിരിക്കും? റൈറ്റ് 0.3 ബാർ ഇൻ ദ ഫോം ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ p/q4. ഇതിലേതെങ്കിലും എന്ന് പറയാം. p/q4 എന്ന് പറയുന്നത് ഇത്രയും മാത്രം. ഒരു ഫ്രാക്ഷന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് p/q ഫോമിലോട്ട് മാറ്റി കൊടുക്കാൻ പറയും. അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, 1/3 ആണ്. ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇനി ഇതിന് ആവശ്യം 10ാം ക്ലാസ്സിലും വേണ്ടി വരുന്നതാണ്. 0.3 ബാർ എങ്ങനെയാണ് നമുക്കിത് കൈകാര്യം ചെയ്തത്? ആദ്യം ഒരു കാര്യം ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന 0.3 ബാർ എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾ ആയിട്ട് സങ്കല്പിക്കുക. a എന്നോ b എന്നോ x എന്നോ y എന്നോ ആസ് യു ലൈക്ക്. പിന്നെ പൊതുവെ എല്ലാവരും കൈവയ്ക്കുന്ന എക്സിനകത്ത് തന്നെ നമുക്ക് വേണേ കൈവയ്ക്കാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് 0.3 ബാർ, എക്സ് എന്ന് പറയുന്നത് 3 ബാർ. പക്ഷെ ഈ 3 ബാർ എന്ന് പറയുന്നതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ പാടാ. ഇപ്പൊ 3.3 ഇത് 3/10 എന്ന് എഴുതാം. 33/100 ഇത് 0.33 എന്നുള്ളതിനെ മാറ്റി ഇങ്ങനെ എഴുതാം. ഇപ്പൊ 0.3333 എന്ന് പറയുവാണെങ്കിൽ എവിടം വരെ പോകുന്ന അവിടെ നിന്ന് 0 ഇട്ട് തുടങ്ങി വരണം. അത് നടക്കാത്ത കാര്യമാണ്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അപ്പൊ എക്സിന് ഇത് സങ്കല്പിച്ചു. ഇവിടെ ഒരു കൊച്ചു കാര്യം ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. ഇപ്പൊ 2.75 into 10. അപ്പൊ ഈ ഡെസിമൽ ഫോമിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ എങ്കിൽ ഈ ഒരു ഡെസിമൽ മാറ്റി അപ്പുറത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. 27.5 ആവും. ഇപ്പോ 752 into 75.2 into 10. അപ്പൊ വളരെ നിസ്സാരമായിട്ട് ഈ ഡെസിമൽ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ 752.0. 1.22 ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 ഡെസിമൽ 122 പോയിന്റ്. അപ്പം എത്ര സീറോസ് ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോ 2.73121 into 1000. ഇതിപ്പോ മെനക്കെട്ട് മൾട്ടിപ്ലൈ വേണ്ട. 3 ഡെസിമൽ പ്ലേസ് 1 2 3 മാറ്റി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 207.2.
ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 0.33333 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3.33333 എന്ന് പറയും. ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി. ഈ ഒരു കൊച്ചു തത്വം മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കണക്ക് നിസ്സാരമായിട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞ സാധനത്തെ 0.3 ബാർ എന്ന് സങ്കല്പിച്ചു. അങ്ങനെയാണെങ്കിൽ 10x എത്രയായിരിക്കും? അപ്പൊ ഈ 0.3 ബാറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ 3.3 ബാർ. വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോ നമുക്ക് ഈ 3 ബാറിനെ ഒഴിവാക്കാൻ ഒരു മാർഗം കിട്ടും. ഈ 10xൽ നിന്നും ഒരു എക്സ് കുറച്ചാൽ ഇത് 10x, ഇത് 1x. ഈ 10xൽ നിന്നും 1x കുറയ്ക്കുകയാണെങ്കിൽ 3.3 ബാർ മൈനസ് 0.3 ബാർ. ഇത് 10x, ഇത് 1x. 10x മൈനസ് എക്സ്. ഇപ്പൊ 10xൽ നിന്ന് x കുറച്ചാൽ 3.3 ബാർ മൈനസ് 0.3 ബാർ. ഇതങ്ങ് 0 ആയി. എവിടം വരെ ഉണ്ടെങ്കിലും എല്ലാ 3യും 0 0 0 0 ആയി. 3 കിട്ടി. അപ്പൊ 10x മൈനസ് എക്സ്. 10x ന്ന് 1x പോയാൽ 9x is equal to 3. Then x is equal to 3/9. Cancel ചെയ്താൽ x is equal to 1/3. ഇതാണ് നമുക്ക് അറിയാമായിരുന്ന ഒരു ആൻസർ ആണ്. ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. അഥവാ 0.2 ബാർ. ഇതാണ് എത്രയെന്ന് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. ഇപ്പൊ 0.2 ബാർ. അപ്പൊ ആദ്യം നമുക്ക് ഇവനെ എക്സ് ആയിട്ട് സങ്കല്പിക്കാം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 0.2 ബാർ. ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x ഇസ് ഈക്വൽ ടു, ഇപ്പൊ 0.2 ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0.2222 എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ടു. ഇപ്പൊ 2.22222 എന്ന് പറയുന്നത് പോകും. അപ്പൊ ഇത് x, ഇത് 10x. അങ്ങനെയാണെങ്കിൽ ഈ 10xൽ നിന്ന് 1x സബ്ട്രാക്ട് ചെയ്താൽ 10x മൈനസ് x. അപ്പൊ 10x എന്ന് പറയുന്നത് 2.2 ബാർ മൈനസ് 0.2 ബാർ. 10xൽ നിന്ന് 1x സബ്ട്രാക്ട് ചെയ്യുന്നു. 10x മൈനസ് x 9x. 2.2 ബാർ മൈനസ് 0.2 ബാർ ആയപ്പോൾ അത് 2. Then x is equal to 2/9. വേണേ സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 2/9 0.20 2 times 18 2 remainder 22 18 2 കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ x is equal to 2/9. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഡെസിമൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ, ഫ്രാക്ഷൻസിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും. അതിന് ടെർമിനേറ്റിംഗ് എന്ന് പറയും. നമുക്കിപ്പോ തൽക്കാലം പേര് പഠിക്കണമെന്നില്ല. ചിലത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാക്ഷൻ നോക്കിയാൽ ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 10ന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാതെയും ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം. അപ്പൊ അത് 10ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കി. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അഥവാ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഡെസിമൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ ഒന്ന് ഫ്രാക്ഷൻ ആക്കി മാറ്റാനുള്ള ഒരു വഴി. ഇനി 2-3 വഴികളുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. ഓക്കെ.